എല്ലാവരും ഞാൻ തറവാടിനെ പറ്റി പറഞ്ഞപ്പോൾ തറവാട് കാണിച്ചും കൊണ്ട് ഒരു റീൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിരുന്നു. എന്നാൽ ഈ റീല് തറവാട് കാണിച്ചും കൊണ്ടുള്ള റീലാണ്. അന്ന് ഞാൻ തറവാടിനെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ റീലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓർമ്മയിൽ വെച്ചിട്ട് കണ്ടോളൂ. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പഠിപ്പരയും പത്തായപ്പരയൊന്നും ഇന്നില്ല. അതുകൊണ്ട് ആ പഠിപ്പരയും പത്തായപ്പരയൊക്കെ നിന്നിരുന്ന സ്ഥലങ്ങൾ മാത്രമേ ഒന്നുള്ളൂ. ഞങ്ങളുടെ തറവാട്ട് കുളത്തിലെ ഇന്നിപ്പോൾ കാണുന്ന പോലെ ഒന്നും അല്ലാത്ര കേട്ടോ പണ്ടുണ്ടായിരുന്നത്. തിരുവാതിരയുടെ സമയത്ത് 4 പുറവും കുളത്തിൻ്റെ നടന്ന് മിറ്റം മെഴുകി ചാണകം തേക്കാൻ പറ്റിയായിരുന്നു അത്രേ. പിന്നെയാണ് ഇപ്പോൾ കുളം ആകെ ഇടിഞ്ഞു പോയതും കുളത്തിൽ ഒരാമ വന്ന് പെട്ട് ആ ആമ തുരന്ന് പടവുകളൊക്കെ ആകെ നശിപ്പിച്ചതും ഒക്കെ. ഞങ്ങളുടെ കുളത്തിലേ കുറച്ച് അപകടങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും മരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അമ്മമ്മ എപ്പോഴും പറയണേക്കാം, അമ്മമ്മയുടെ അച്ഛൻ ഒരു പ്രാവശ്യം കുളത്തിൽ ഇതേപോലെ പെട്ടിട്ട് അങ്ങനെ താഴ്ന്നു മുങ്ങിപ്പോയി തുടങ്ങി. പണ്ടത്തെ കാരണവന്മാർ മുടി വളർത്തിയതുകൊണ്ട് അവർ മുടി കൊണ്ട് ഇങ്ങനെ കുടുമ കെട്ടി വയ്ക്കും. അപ്പോൾ സത്യമാമ അന്ന് വിശാഖപട്ടണത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് വന്നപ്പോൾ അമ്മമ്മയുടെ അച്ഛൻ്റെ മുടി മാത്രം കുളത്തിന് മുകളിൽ കണ്ടു. അപ്പോഴേക്കും സത്യമാമ ഓടി ചെന്ന് ചാടി മുടി പിടിച്ച് വലിച്ച് മൂപ്പരേനെ കുളത്തിൽ നിന്ന് വേഗം രക്ഷപ്പെടുത്തി. അതുപോലെ അമ്മമ്മ പറയണേക്കാം, ഞാനും ഇതേപോലെ ഒരു പ്രാവശ്യം മുങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് അന്ന് 5-6 വയസ്സായിട്ടേ ഉള്ളൂ. അന്ന് ആ പുളിയത്തെ പത്മനാഭേട്ടനാണ് രക്ഷിച്ചത് എന്ന്. അതേപോലെ പണ്ട് പഠിപ്പരയുടെ 2 വശത്തായിട്ട് 2 ചെറിയ കൊട്ടകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഭസ്മക്കൊട്ടയും ഒന്ന് ഉമ്മിക്കരി ഇട്ടേക്കണ കൊട്ടയും. അപ്പോൾ രാവിലെ നീട്ടിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മിക്കരിക്കൊട്ടയിൽ നിന്ന് ഉമ്മിക്കരി എടുത്ത് പല്ല് തേച്ച് കുളിച്ചിട്ട് വരുന്ന വഴിക്ക് ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മം എടുത്തിട്ട് നെറ്റിയിൽ തൊടുക. ഒരു പ്രാവശ്യം അമ്മമ്മയുടെ കുട്ടിക്കാലത്ത് ഉമ്മിക്കരി എടുക്കാൻ വേണ്ടിയിട്ട് എത്തി വലിഞ്ഞ് കൊട്ടയിൽ കൈകിട്ടു അത്രേ. കൈകിട്ടപ്പോൾ അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇതുപോലെ തോന്നി അമ്മമ്മയ്ക്ക്. സംശയം തോന്നി അമ്മമ്മ തിണ്ടിൻ്റെ മുകളിൽ കയറിയിട്ട് എത്തി വലിഞ്ഞു നോക്കിയപ്പോൾ അതിലുണ്ടത്രേ ഒരു വെള്ളിക്കട്ടൻ. അമ്മമ്മ പറഞ്ഞേക്കാം, നല്ല കാലത്തിനൊന്നും ഉണ്ടായില്ല, കാരണന്മാർ കാത്തു. തറവാട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല കേട്ടോ. തറവാട്ടിൽ എന്തെങ്കിലും പൂജ നടക്കുക അല്ലെങ്കിൽ സർപ്പംതുള്ളൽ നടക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സാധനങ്ങൾ വെക്കാനൊക്കെ തറവാട് ഉപയോഗിക്കാറുള്ളൂ. തറവാടിൻ്റെ മുറ്റത്ത് ഒരു ചതുരാകൃതിയിലെ ചാന്ത് മെഴുകിയ ഒരു പാട് കാണാം കേട്ടോ. അവിടെയാണ് സർപ്പംതുള്ളൽ നടക്കുക. സർപ്പംതുള്ളലിനുള്ള പന്തൽ കെട്ടുക അവിടെയാണ്. തറവാട്ടിൽ തെക്കേ അറയിലേ ഒരു ചെറിയ അലമാറുണ്ട്. ആ അലമാറയിലാണ് അമ്മമ്മ വലിയ ഭരണിയിൽ അച്ചാറുണ്ടാക്കി ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെക്കുക. അച്ചാറും അല്ലാതെ വേറെ എന്തൊക്കെയോ വെക്കൂട്ടോ അമ്മമ്മ. എന്താ ആ അലമാറയെ പറ്റി പറയാൻ കാരണം വെച്ചാൽ ആ അലമാറ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മണം വരും. ഒരു പ്രത്യേക തരം മണമാണത്. ഞങ്ങൾ പിന്നെ തറവാട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം നാട്ടിലേക്ക് എപ്പോൾ പോകുമ്പോഴും തെക്കേ അറയിലേക്ക് പോയിട്ട് ആ അലമാറ തുറന്ന് അതൊന്ന് മണക്കും. അതുപോലെ അമ്മമ്മ ഞങ്ങളുടെ തറവാട്ടിനെ പറ്റി ഒരു കഥ പറഞ്ഞു തരും കേട്ടോ. ഇതിലിപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. കുറുമ്പ മുത്തശ്ശി പറഞ്ഞിട്ടും ഈ കഥ കുറേ പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ട് തറവാട്ടിൽ ഒന്നുമില്ലാത്ത കാലത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇവർക്കൊക്കെ കഞ്ഞിയുടെ കൂടെ എന്തേലും കൊടുക്കണ്ടേ. കഞ്ഞിയുടെ കൂടെ വിളമ്പാനൊന്നും ഇല്ലല്ലോ കാരണന്മാരെ എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തറവാടിൻ്റെ പടിഞ്ഞാറേ കോലാമ്പല് ഉപ്പുമാങ്ങയോ അച്ചാറോ എന്തെങ്കിലും ഇരിക്കണം കാണാത്രേ. ഇത് പറഞ്ഞു തരുമ്പോൾ തന്നെ ഉറക്ക ചിരിച്ചും കൊണ്ട് അമ്മമ്മയും കുറുമ്പ മുത്തശ്ശിയും പറയും, ഇതിലിപ്പോൾ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ കുട്ടികളെന്ന്. ഞാൻ തറവാടിനെ പറ്റി പറഞ്ഞ റീലില്ലേ, ഞങ്ങളുടെ തറവാട്ടിലൊരു സീക്രട്ട് റൂം ഉണ്ട് എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? നെല്ലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ റൂമും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വേശ്വല്ലമ്മയുടെ അച്ഛൻ വിഷമണി മുത്തശ്ശനും ഒരു അറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ അവിടെ തെക്കേറ്റത്തൊരു ചായ്പ് ഉണ്ടായിരുന്നു അത്രേ. ആ ചായ്പിൽ ഒരു കുഴി വെട്ടി ഒരാൾക്ക് ചെന്നിറങ്ങി നെല്ലെടുക്കാൻ പറ്റണോടത്തോളം വലിപ്പമുള്ള കുഴിയാണ് കേട്ടോ. അമ്മമ്മ പറയുക 50 പറ നെല്ല് കൊള്ളും, അത്ര വലിയ മുറിയാണ് എന്ന്. മൂപ്പര് എന്നിട്ട് ആ മുറി നന്നായി മണ്ണുകൊണ്ടും ചാണകം കൊണ്ടും മെഴുകി തേച്ച് അതിൻ്റെ മുകളിൽ പലകെട്ട അടച്ച് ഒരാൾക്ക് ചെന്നിറങ്ങി നെല്ലെടുക്കാൻ പറ്റണ ദ്വാരം മാത്രം ബാക്കി വെച്ച് അവിടെ ഒരു ഡോറ് പോലെ പിടിപ്പിച്ച് അത് നിലത്തിന് ഈക്വലാക്കി മാറ്റി അതിൻ്റെ മുകളിലൊരു കട്ടിലിട്ടായിരുന്നു എന്ന്. അമ്മമ്മ തറവാട്ടിൽ അവിടെ ഇന്ന സാധനം നിന്നായിരുന്നു, ഇവിടെ ഇന്ന സാധനം നിന്നായിരുന്നു, പത്തായപ്പര അവിടെ നിന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ അങ്ങനെ കണ്ണടച്ച് ഞാൻ മനസ്സിൽ സങ്കല്പിക്കും. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നും, ഈ ലോകത്ത് ഏതൊരു സ്ഥലത്തിനെക്കാട്ടിലും ഭംഗി എൻ്റെ വീടാണെന്ന്. ഇന്നത്തെ കഥ വല്ലാതെ നീളം കൂടിയില്ലേ? എന്നാൽ ശരി, പോയിട്ട് പണിയുണ്ട്.